നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വന്തം. ഐഎസ്എല്ലിലെ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും പൊട്ടിയല്ലോ. ജംഷഡ്പൂർ എഫ് സിയോട് ഏകപക്ഷീയമായ ഒരു ഗോളിന് പൊട്ടിയിരിക്കുകയാണ്. അതിന് പിന്നാലെ മഞ്ഞപ്പട അതിരൂക്ഷമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ മത്സരത്തിൻ്റെ റിസൾട്ട് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. ഫുൾ ടൈം 1-0 എന്നുള്ള സ്കോർ ലൈനൊക്കെ കാണിച്ചുകൊണ്ട് മഞ്ഞപ്പട പങ്കുവെക്കുന്ന ക്യാപ്ഷൻ എങ്ങനെയാണ്: നോ മണി നോ ഹണി, നോ ബെഞ്ച് നോ റിസൾട്ട്, പുവർ ബെഞ്ച് സ്ട്രെങ്ത്, ഇൻകൺസിസ്റ്റന്റ് പെർഫോമൻസസ്, ദി ക്രാക്സ് ആർ ഷോയിങ്. കൃത്യമായിട്ട് ഇതിലുള്ള ആ ഒരു നിരാശ അവർ ഈ പോസ്റ്റിലൂടെ പ്രകടിപ്പിക്കുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ബെഞ്ച് സ്ട്രെങ്ത് എല്ലാവർക്കും അറിയാം, അത് വളരെ പുവറാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ടൊരു റിസൾട്ട് നമ്മൾ ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. പുവർ ബെഞ്ച് സ്ട്രെങ്ത്, ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ്, ബ്ലാസ്റ്റേഴ്സിൻ്റെ നിരയിലെ എല്ലാവിധ പ്രശ്നങ്ങളും കൃത്യമായിട്ട് തെളിഞ്ഞ് കാണുകയാണ് ഇത്തരം മത്സരങ്ങളിലൂടെ ചെയ്യുന്നത്. കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മിക്കായൽ സ്റ്റാർ എന്ന കോച്ചിനെ പറഞ്ഞു വിട്ടതുകൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല, ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സിനെ രക്ഷപ്പെടുത്തി എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ അത് സംഭവിച്ചില്ലെങ്കിൽ ഇതിനേക്കാൾ മികച്ച പെർഫോമൻസ് ഒന്നും ഈ ക്ലബിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. എന്തായാലും മഞ്ഞപ്പട കൃത്യമായിട്ട് ആ ഹാഷ്ടാഗ് വീണ്ടും ഉപയോഗിക്കുകയാണ്. #യുണൈറ്റഡ് ഫോർ ബെറ്റർ ബ്ലാസ്റ്റേഴ്സ്. തീർച്ചയായിട്ടും ഈ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള അവരുടെ ശബ്ദം ഇങ്ങനെ തുടരെ തുടരെ ഉയരുകയാണ്. പക്ഷേ അത് മാനേജ്മെൻറ്റ് കേൾക്കുന്നുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്. ഇതൊക്കെ അടഞ്ഞ ചെവികളിൽ ആണ് എത്തുന്നതെങ്കിൽ പിന്നെ അതിലൊന്നും യാതൊരുവിധ അർത്ഥവുമില്ലാതെയാവും. എന്തായാലും ടീമിന് മാറ്റം വരാതെ, ബെഞ്ച് സ്ട്രെങ്ത് ശക്തമാവാതെ ഒരു റിസൾട്ടും പോസിറ്റീവായിട്ട് പ്രതീക്ഷിക്കേണ്ടതില്ല. ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ച ജംഷഡ്പൂർ 4-ാം സ്ഥാനത്തേക്കാണ് കയറിയത്. ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ 14 കളിയിൽ നിന്ന് 14 പോയിന്റുമായിട്ട് 10-ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.